ചൂടും ചൂരുമുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും ഒരു അങ്കച്ചൂട്. മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സി ദിവാകരനും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ എ സമ്പത്തും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ കളക്ടറും വാരണാധികാരി കൂടിയായ ഡോക്ടർ കെ വാസുവിക്ക് മുമ്പിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും എസ് ഷീജയുടെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അതിന്റെ കൊടുമ്പിരിയിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകളും സമർപ്പിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് പ്രധാനമായും സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളുടെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള സി ദിവാകരൻ അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി തന്നെ അദ്ദേഹം EMSന്റെ പ്രതിമ, അതോടൊപ്പം തന്നെ അയ്യങ്കാളിയുടെ സ്മാരകം അവിടെയെല്ലാം എത്തി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ബൈക്ക് റാലിയുടെ അകമ്പടിയോടുകൂടിയായിരുന്നു അദ്ദേഹം കളക്ടറേറ്റിലേക്ക് എത്തിച്ചേർന്നത്. തുടർന്ന് അവിടെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ LDFന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള M വിജയകുമാർ, V ശിവൻകുട്ടി, GR അനിൽ, ഇവരുടെ എല്ലാവരുടെയും കൂടെ എത്തിയായിരുന്നു അദ്ദേഹം അവിടെ ജില്ലാ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ കെ വാസുകിക്ക് മുൻപിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 3 സെറ്റായിട്ടായിരുന്നു അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഏതായാലും തിരുവനന്തപുരം മണ്ഡലത്തിൽ 100% വിജയപ്രതീക്ഷയിൽ തന്നെയാണ് താൻ എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ശശി തരൂരിന്റെ വിവാദ പ്രസ്താവന, അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അത് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നുള്ളൊരു മറുപടിയായിരുന്നു ദിവാകരൻ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇടതുപക്ഷ തരംഗമാണ് മണ്ഡലത്തിലുടനീളം. 100% വിജയപ്രതീക്ഷയാണ് എനിക്കുള്ളത്. അവര് എന്താണെന്നുള്ളത് ജനങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീരപ്രദേശത്തെല്ലാം ഇന്നലെ ഞാനുണ്ടായിരുന്നു. വല്ലാത്ത ആമർശവും വ്യാപകമായ പ്രതിഷേധങ്ങളെല്ലാം ഞാൻ കണ്ടു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തെ അപമാനിക്കണം. സി ദിവാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സമ്പത്ത്, അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള എ സമ്പത്ത് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നത്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി കളക്ടറേറ്റിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം EK നായനാർ ട്രസ്റ്റിൽ നിന്നും ആണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലേക്ക് കെട്ടിവെക്കേണ്ട തുക അദ്ദേഹം ഏറ്റുവാങ്ങിയത്. അവിടെ തന്നെ EK നായനാരുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടിയെത്തിയത്. അദ്ദേഹത്തോടൊപ്പം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആനാവൂർ നാഗപ്പൻ എന്നിവർ അദ്ദേഹത്തോടൊപ്പം പത്രികാ സമർപ്പണത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹവും തന്റെ മണ്ഡലത്തിൽ 100% വിജയപ്രതീക്ഷയിൽ തന്നെയായിരുന്നു. സ്ഥാനാർത്ഥി ഓടുകയാണ്. സ്ഥാനാർത്ഥി ഓട്ടഭ്യർത്ഥിച്ച് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും സ്ഥാനാർത്ഥികളായി വരേണ്ടവർക്കെല്ലാം വരായി. തിരുവനന്തപുരം ജില്ലയിൽ അല്ലാതെ പത്തനംതിട്ട ജില്ലയുടെ കാര്യം പരിശോധിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ പ്രധാനമായും NDയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള K സുരേന്ദ്രനാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു SUCയുടെ സ്ഥാനാർത്ഥി ബിനുകുമാറും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ രീതിയിൽ നാമനിർദ്ദേശ പത്രികകൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടേറുകയാണ് എന്നുള്ളതിൽ സംശയമില്ല. ആ രീതിയിൽ വലിയ പ്രചാരണ പരിപാടികളും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പല മണ്ഡലത്തിലും നിർണായകമായ പോരാട്ടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ശക്തിയായ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രചാരണ പരിപാടികളും ആ രീതിയിൽ തന്നെ എല്ലാ മുന്നണികളും ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. അഡ്വക്കേറ്റ് കൂടിയായ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്ന് ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രചരണം ആരംഭിച്ചത്. UDF സ്ഥാനാർത്ഥിയാകട്ടെ മലയോര മേഖലകളിലായിരുന്നു പ്രചരണം നടത്തിയത്. എന്നാൽ NDA സ്ഥാനാർത്ഥി ഇതുവരെയും പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല. കൊല്ലത്ത് നിന്ന് രാജ്കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ഇന്ന് കൊല്ലത്തെ വിവിധ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവരും നിരാലംബരമായിട്ടുള്ള രോഗികളെയും മറ്റുള്ളവരെയും കണ്ട് തനിക്ക് പിന്തുണ തരികയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹം കൊല്ലം ബാർ അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇതിൽ പങ്കെടുക്കുകയും അവിടെ വോട്ട് ചെയ്യാനായി കൊല്ലം ബാർ അസോസിയേഷനിൽ എത്തുകയും ചെയ്തു. അവിടെ വോട്ട് ചെയ്തു. അവിടെ 3 മുന്നണികളായിട്ടാണ്, ഒരുപക്ഷെ നേരിട്ട് രാഷ്ട്രീയമില്ലെങ്കിൽ പോലും ഇടതുമുന്നണിയുടെയും വലതുമുന്നണിയുടെയും BJPയുടെയും ഒരു എന്ന നിലയിലാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നത്. അതിൽ അദ്ദേഹം പങ്കെടുക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്തു. അവിടെ ഉള്ളവരോട് തനിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പഴയ ക്വാർട്ടേഴ്സിന്റെ ഭാഗത്ത് വളരെ വിപുലമായ സൗകര്യമുള്ള കോടതി വരുമെന്ന് ഉറപ്പായി. അതെനിക്ക് തോന്നുന്നു കൊല്ലം ബാറിനെ സംബന്ധിച്ചൊരു വളരെ വലിയ നേട്ടമാണ്. ഇത് വേലുത്തമ്പി ദളവയുടെ കാലത്തും അതിനും രാജാകേശവാസന്റെ കാലത്തും ഒക്കെയുള്ള ഒരു പ്രധാന കേന്ദ്രം. അവിടെ പുതിയ കോടതിക്കായിട്ട് സമുച്ചയം വരിക എന്ന് പറഞ്ഞാൽ വലിയ നേട്ടമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇവിടുത്തെ ബാർ അസോസിയേഷന്റെ എല്ലാം നിരന്തരമായ പ്രവർത്തനമായിട്ടാണ്. അപ്പോൾ നമുക്കും അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പ്രവർത്തിക്കാനും വോട്ട് ചെയ്യാനും വരാൻ കഴിഞ്ഞാൽ സന്തോഷം.
അതാണ് പ്രധാനമായിട്ട്. പിന്നെ അവരെല്ലാം സ്വാഭാവികമായി ഒരുമിച്ചുള്ളവരായതുകൊണ്ട് വോട്ട് ചെയ്യണമെന്നുള്ള എല്ലാവരെയും കണ്ടിട്ടുള്ള അഭ്യർത്ഥനയും കൂടി അവസരത്തിലാണ്. അതേസമയം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ഇന്ന് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായ ഉറുകുന്ന്, റോസ്പാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ്, തോട്ടം മേഖലയിലാണ് വോട്ടഭ്യർത്ഥിച്ച് ഇറങ്ങിയത്. BJP സ്ഥാനാർത്ഥിയും ഇന്ന് കിഴക്കൻ മേഖലയായ പുനലൂരിലും മറ്റും വോട്ടഭ്യർത്ഥിച്ചു. വിവിധ മുന്നണികൾ, 3 മുന്നണികളുടെയും കൺവെൻഷനുകളും മറ്റും വിവിധ സ്ഥലങ്ങളിൽ നടക്കുകയും ചെയ്യുന്നു. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ 2ാം ഘട്ട വാഹന പ്രചരണം നാളെ ആരംഭിക്കും. അതേസമയം NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള K സുരേന്ദ്രൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് ഗീവർഗീസിന്റെ റിപ്പോർട്ടിലേക്ക്. ഏവരും ഉറ്റുനോക്കുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ കടുത്ത ത്രികോണ മത്സരം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വീണ ജോർജിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയായി. നാളെ മുതൽ 2ാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കും. പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്നാണ് വീണ ജോർജിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുന്നത്. ഇന്ന് ആറന്മുള മണ്ഡലത്തിലായിരുന്നു വീണ ജോർജ് പര്യടനം നടത്തിയത്. സ്വന്തം മണ്ഡലത്തിലെ വികസന നായികയെ ഇരുകൈയും നീട്ടിയാണ് വോട്ടർമാർ സ്വീകരിച്ചത്. വീണ ജോർജിന്റെ പത്രികാ സമർപ്പണം ഇന്നലെ നടക്കുകയുണ്ടായി. ഇന്നലെ ഉച്ചയ്ക്ക് കഴിഞ്ഞ് 3 മണിയോടെ പത്തനംതിട്ട ജില്ലാ കളക്ടർ മുമ്പാകെയാണ് വീണ ജോർജ് പത്രിക സമർപ്പിച്ചത്. വരും ദിവസങ്ങളിൽ ദേശീയ സംസ്ഥാന നേതാക്കളടക്കം ഒട്ടനവധി പേർ ജില്ലയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇത് അണികളിൽ ആവേശം വാനോളം ഉയർത്തിയിട്ടുണ്ട്. മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഇന്ന് ഈരാറ്റുപേട്ടയിലും പത്തനംതിട്ടയിലെ വിവിധ ഭാഗങ്ങളുമായിരുന്നു ആന്റോ ആന്റണി പര്യടനം നടത്തിയത്. മികച്ച ആത്മവിശ്വാസത്തിലാണ് 3ാം അംഗത്തിലും താൻ തയ്യാറെടുക്കുന്നതെന്നാണ് ആന്റോ ആന്റണി വ്യക്തമാക്കിയത്. NDA സ്ഥാനാർത്ഥിയായ K സുരേന്ദ്രന് പത്രികാ സമർപ്പണം ഇന്ന് നടക്കുകയുണ്ടായി. ഇന്ന് ഉച്ച കഴിഞ്ഞ് 1:30 K സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണം നടക്കുകയുണ്ടായത്. വരണാധികാരിയും ജില്ലാ കളക്ടറുമായ PV ന്യൂവിന് മുമ്പാകെയാണ് K സുരേന്ദ്രൻ പത്രിക സമർപ്പിച്ചത്. ഇന്നലെ SEC സ്ഥാനാർത്ഥിയായ ബിനു ബേബിയും പത്രിക സമർപ്പിച്ചിരുന്നു. 3 മുന്നണികളും കൊണ്ടുവരാത്ത വിഷയങ്ങൾ ഉന്നയിച്ചാണ് താൻ ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നതെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും ബിനു ബേബിയും സൂചിപ്പിക്കുകയുണ്ടായി. എന്ത് തന്നെയാലും പൂർണ്ണമായും ഒരു കടുത്ത മത്സരം തന്നെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാം. മധ്യ കേരളത്തിലെ ചൂടുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി സാലി മുഹമ്മദ് ചേരും. ജനപക്ഷം നേതാവായ PC ജോർജ് MLA BJP പാളയത്തിലേക്ക്. പൂഞ്ഞാർ നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന K സുരേന്ദ്രന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് PC ജോർജ് രംഗത്തെത്തി. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ ജനപക്ഷ മണികൾക്കിടയിൽ വലിയ പ്രതിഷേധം പുകയുകയാണ്. കോട്ടയത്ത് നിന്ന് TP പ്രശാന്തിന്റെ റിപ്പോർട്ടിലേക്ക്. ഇടതു വലതു മുന്നണികളിൽ കൃത്യമായി ഇടം ലഭിക്കാതായതോടെ PC ജോർജ് ഇപ്പോൾ NDAയിലേക്ക് പോകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അവസാനവട്ട ചർച്ച കേരളത്തിന്റെ ചുമതലയുള്ള BJPയുടെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള സത്യകുമാർ, അതുപോലെ തന്നെ BL സന്തോഷ് എന്നിവരുമായി അവസാനവട്ട ചർച്ച നടത്തും. ഈ ചർച്ചയിലായിരിക്കും സംബന്ധിച്ച കാര്യത്തിൽ തന്നെ തീരുമാനമുണ്ടാവുക. അതിനു മുന്നോടിയായി പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് PC ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം PC ജോർജിനെ കാണാൻ K സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയിരുന്നു. തുടർന്ന് PC ജോർജ് K സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അവസാനവട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും PC ജോർജിനെ സംബന്ധിച്ച് വലിയ ഒരു വിലപേശൽ തന്നെയാണ് NDAയുമായി നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. 6 ബോർഡ് ചെയർമാൻ സ്ഥാനങ്ങളും 20 ബോർഡ് മെമ്പർ സ്ഥാനങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം രാജ്യസഭാ സീറ്റും എന്നുള്ള ആവശ്യവും NDAക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും BJPയുടെ നേതാക്കൾ അവസാനവട്ട ചർച്ച PC ജോർജുമായി നടത്തും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. എന്തായാലും 2 ദിവസത്തിൽ തന്നെ തീരുമാനമുണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് PC ജോർജ് നൽകിയിരിക്കുന്നത്. ഞാൻ NDAയിലേക്ക് പോകുന്ന കാര്യം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വെറുതെ അങ്ങനെ കയറി ചെല്ലുകയില്ല. മാന്യമായ രീതിയിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നീട് പറയാം. പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അംഗീകാരം എനിക്ക് വേണ്ടത്, അല്ലാതെ വെറുതെ ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും സാധനം മേടിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ പ്രവർത്തിച്ച പാരമ്പര്യവും ഇനി പ്രവർത്തിക്കുന്ന രീതി അനുസരിച്ചുള്ള അംഗീകാരം എവിടെ ചെന്നാലും കിട്ടും. എനിക്കതുകൊണ്ട് NDA എന്നൊന്നുമില്ല, എവിടെയാണല്ലോ അംഗീകാരം കിട്ടും. എന്തായാലും PC ജോർജ് NDAയിലേക്ക് പോകുന്ന ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ ഈരാറ്റുപേട്ടയിലടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം നടക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് പോയി. എന്തായാലും നാൾക്ക് നാൾ ജനപക്ഷം വിട്ട് അല്ലെങ്കിൽ PC ജോർജിനെ വിട്ട് ജനങ്ങൾ മറ്റ് മുന്നണിയിലേക്ക് മതേതരത്വം സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്ന മുന്നണിയുടെ ഭാഗമായി തീരുമാനമുള്ള ശ്രമങ്ങളിലേക്കെല്ലാം തന്നെ മാറിയിരിക്കുന്നു. PC ജോർജിനെ നാൾക്ക് നാൾ എല്ലാവരും കൈയൊഴിയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. NDAയുമായിട്ടുള്ള എന്തായാലും അവസാനവട്ട ചർച്ചകൾക്ക് ശേഷം വലിയ ഒരു രാഷ്ട്രീയ പ്രതീക്ഷയിലാണ് PC ജോർജ് നിൽക്കുന്നത്. അപ്പോൾ PC ജോർജ് ആ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ പോലും ജനങ്ങൾ ഒന്നൊന്നായി PC ജോർജിനെ കൈയൊഴിയുന്നു എന്നുള്ളതാണ് മധ്യകേരളത്തിൽ നിന്നുള്ള പ്രധാന വാർത്ത. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി P രാജീവും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റും ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു.
നൂറുകണക്കിന് പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് വരണാധികാരി മുമ്പാകെ ഇരുവരും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. കൊച്ചിയിൽ നിന്നും CBC ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. രാജീവും ചാലക്കുടി മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്നസെന്റും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എറണാകുളം ജില്ലാ കളക്ടറേറ്റിലെത്തി ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫറുള്ളിക്കാണ് ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇന്ന് തൃക്കാക്കര CPIന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രവർത്തകർക്കൊപ്പം എത്തിയാണ് P. രാജീവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. CPIM ജില്ലാ സെക്രട്ടറി CN മോഹൻ, അതോടൊപ്പം തന്നെ മറ്റ് ജോൺ ഫെർണാണ്ടസ് MLA, ശർമ്മ ഉൾപ്പെടെയുള്ള MM ലോറൻസ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ എത്തിയായിരുന്നു അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. 3 നാമനിർദ്ദേശ പത്രികകളാണ് നൽകിയിട്ടുള്ളത്. 3 MLA മാർ, ഒന്ന് ശർമ്മ, മറ്റൊന്ന് സ്വരാജ്, പിന്നെ ജോൺ ഫെർണാണ്ടസ്. 3 MLA മാരാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. കെട്ടിവെക്കുന്നതിനുള്ള പണം മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ T. പത്മനാഭൻ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുടൻ തന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയുണ്ടായി. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ നല്ല സ്നേഹവും വിശ്വാസവും നൽകുന്നുണ്ട്. അപ്പോൾ അവർ അർപ്പിക്കുന്ന ഈ വിശ്വാസത്തിന് അനുസൃതമായി ഇനിയുള്ള ദിവസങ്ങളിലും അതേ രൂപത്തിൽ പ്രവർത്തിച്ച് മുന്നേറാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഇന്നസെന്റും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുൻ MLA ജോസ് തെറ്റയിൽ, അതോടൊപ്പം തന്നെ K. ചന്ദ്രൻപിള്ള, NC മോഹൻ അടക്കമുള്ളവരുടെ UP ജോസഫ് അടക്കമുള്ള പ്രമുഖരൊപ്പം എത്തിയായിരുന്നു അദ്ദേഹവും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രിക നമ്മൾ സമർപ്പിച്ചു. ഇനി 5-ാം തീയതിയാണ് അതിൻ്റെ സ്കൂട്ടിനി കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടും. പക്ഷെ നമ്മൾ വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. 5-6 ദിവസങ്ങളായിട്ട് നമ്മൾ വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബീഡിനും ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥിയായ ബെന്നി ബെഹനാനും ഏപ്രിൽ 1 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് വലതു മുന്നണി സ്ഥാനാർത്ഥികളും ഇന്നാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. ഇടത് സ്ഥാനാർത്ഥി AM ആരിഫും UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനും വരണാധികാരി മുമ്പാകെ തങ്ങളുടെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ ഇന്ന് ആലപ്പുഴയിൽ പത്രികകൾ സമർപ്പിച്ചു. ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗം കുറച്ചുകൂടി ശക്തമായിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി AM ആരിഫ് രാവിലെ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും പ്രകടനമായിട്ടാണ് കളക്ടറേറ്റിലേക്ക് പത്രിക സമർപ്പിക്കാനെത്തിയത്. മന്ത്രിമാരായിട്ടുള്ള G. സുധാകരൻ, P. തിലോത്തമൻ, ഗോവിന്ദമാഷ്, ആലപ്പുഴ CPM ജില്ലാ സെക്രട്ടറി R. നാസർ, CB ചന്ദ്രബാബു തുടങ്ങി പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ പത്രിക സമർപ്പണ വേളയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനും ഇന്ന് പത്രിക സമർപ്പിച്ചു. അവരും പ്രകടനമായിട്ടാണ് കളക്ടറേറ്റിലേക്ക് എത്തുകയും അതിനുശേഷം പത്രിക സമർപ്പിക്കുകയും ചെയ്തത്. എന്തായാലും കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുകളിലായിട്ട് ഇരു സ്ഥാനാർത്ഥികളും ശക്തമായിട്ടുള്ള പ്രചരണ രംഗത്തായിരുന്നു. ഇപ്പോൾ പത്രികകൾ കൂടി സമർപ്പിച്ചതോടുകൂടി പ്രചരണ രംഗം കുറച്ചുകൂടി ശക്തമായിരിക്കുകയാണ്. എന്തായാലും 2ാം ഘട്ട പ്രചരണമാണ് ഇനിയിപ്പോൾ നാളെ മുതൽ AM ആരിഫിൻ്റെത് കരുനാഗപ്പള്ളിയിൽ നിന്നും ആരംഭിക്കുന്നത്. ആദ്യഘട്ട പ്രചരണം സ്വീകരണ പരിപാടികൾ കഴിഞ്ഞു. അതിനു മുൻപായിട്ട് ഓരോ മണ്ഡലത്തിലും, അതായത് ആരിഫ് മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും 7 മണ്ഡലങ്ങളടങ്ങുന്ന ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പൂർണ്ണമായിട്ടും അദ്ദേഹം 2 വട്ടം പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് മണ്ഡലം പൂർണ്ണമായിട്ടും ആലപ്പുഴ, അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ, അരൂര്, കരുനാഗപ്പള്ളി, ഹരിപ്പാട് തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ പര്യടനം പൂർത്തിയാക്കിയത്. നാളെ വീണ്ടും കരുനാഗപ്പള്ളിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സ്വീകരണ പരിപാടികൾ ആരംഭിക്കുകയാണ്. 2ാം ഘട്ട സ്വീകരണ പരിപാടിക്കാണ് തുടക്കം കുറിക്കുന്നത്. ഇത്തരത്തിൽ ആലപ്പുഴ ജില്ലയിൽ പൂർണ്ണമായിട്ടും സ്ഥാനാർത്ഥികളൊക്കെ തന്നെ സജീവമായി കഴിഞ്ഞു. NDAയുടെ സ്ഥാനാർത്ഥിയും ശക്തമായി പ്രചരണ രംഗത്തുണ്ട്. എന്തായാലും വളരെയധികം വാശിയേറിയ ഒരു മത്സരത്തിന് തന്നെ ആലപ്പുഴ ഇപ്പോൾ തന്നെ വേദിയായി കഴിഞ്ഞു. ഇതോടെ മധ്യ കേരളത്തിൽ നിന്നുള്ള ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പൂർത്തിയാവുകയും മലബാർ മേഖലയിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി AK ലതീഷ് ചേരും. വടക്കൻ കേരളത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 6 LDF സ്ഥാനാർത്ഥികൾ മലബാറിൽ ഇന്ന് പത്രിക സമർപ്പിച്ചു. KP സതീഷ് ചന്ദ്രൻ, PK ശ്രീമതി, P. ജയരാജൻ, A. പ്രദീപ് കുമാർ, PP സുനീർ, PK വിജു എന്നിവരാണ് ഇന്ന് പത്രിക നൽകിയ LDF സ്ഥാനാർത്ഥികൾ. അതേസമയം കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനൊപ്പം പത്രിക സമർപ്പിക്കാൻ മുതിർന്ന നേതാക്കളാരും എത്താത്തത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായി. PV കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആവേശം അലതല്ലിയ അന്തരീക്ഷത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം എത്തിയാണ് വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകിയത്. കാസർഗോഡ് KP സതീഷ് ചന്ദ്രൻ, കണ്ണൂരിൽ PK ശ്രീമതി ടീച്ചർ, വടകരയിൽ P. ജയരാജൻ, കോഴിക്കോട്ട് A. പ്രദീപ് കുമാർ, വയനാട്ടിൽ PP സുനീർ, ആലത്തൂരിൽ PK ബിജു എന്നിവരായിരുന്നു ഇന്ന് മലബാറിൽ പത്രിക നൽകിയ LDF സ്ഥാനാർത്ഥികൾ. മുഴുവൻ സ്ഥാനാർത്ഥികളും പത്രികാ സമർപ്പണത്തിന് ശേഷം വലിയ വിജയം നേടുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇതേവരെയുള്ള പര്യടനത്തിന്റെ അനുഭവം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ വലിയ തോതിൽ LDF സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചിട്ടുണ്ട്. ബ്രിഗേഡിന്റെ ആഭിമുഖ്യത്തിൽ ജനസേവന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്.
അതിൻ്റെ ഭാഗമായി കുടിവെള്ള വിതരണത്തിൻ്റെ മേഖലയിൽ ഇടപെടുന്നുണ്ട്, ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. വിജയം സുനിശ്ചിതമാണ് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ. നമുക്ക് അത് രാഷ്ട്രീയമായ കാരണങ്ങളും അതുപോലെ ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഉയർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ്. അതേസമയം കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി MK രാഘവനും ഇന്ന് പത്രിക സമർപ്പിച്ചിരുന്നു. അദ്ദേഹത്തിനൊപ്പം പത്രികാ സമർപ്പണ ചടങ്ങിൽ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കാത്തത് വലിയ ചർച്ചയായി. കോഴിക്കോട് DCC പ്രസിഡന്റ് T സിദ്ദിഖ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പത്രികാ സമർപ്പണ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി കൊണ്ടാണ് T സിദ്ദിഖ് വിട്ടുനിന്നത് എന്നാണ് പൊതുവിലുള്ള സൂചന. എന്നാൽ അദ്ദേഹം വയനാട്ടിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഷ്യം. വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് അമർഷം. ഹൈദരലി ശിഹാബ് തങ്ങൾ ഹൈക്കമാൻഡിനെയും KPCC നേതൃത്വത്തെയും അമർഷം അറിയിച്ചു. കോൺഗ്രസ് മുന്നണിയുടെ വിജയസാധ്യത ഇല്ലാതാക്കുന്നുവെന്നാണ് മുസ്ലിം ലീഗിന്റെ പരാതി. മലപ്പുറത്ത് നിന്ന് KT സ്വാലിക് തയ്യാറാക്കിയ റിപ്പോർട്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുന്നുവെന്ന വാർത്ത മുസ്ലിം ലീഗ് വലിയ ആവേശത്തോടെ സ്വാഗതം ചെയ്തതാണ്. എന്നാൽ പിന്നീട് ഇതിൽ അനിശ്ചിതത്വമുണ്ടായി ഓരോ ദിവസവും നീണ്ടുപോകുന്നതാണ് കണ്ടത്. ഇത് മണ്ഡലത്തിലെ മുന്നണിയുടെ വിജയസാധ്യതയെ ബാധിക്കുന്നുവെന്ന് വയനാട് ജില്ലാ കമ്മിറ്റി തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ആശങ്ക അറിയിച്ചു. ഇതേ തുടർന്നാണ് ഹൈദരലി തങ്ങൾ ഇന്ന് അടിയന്തര നേതൃയോഗം പാണക്കാട് വിളിച്ചു ചേർത്തത്. മുസ്ലിം ലീഗിന്റെ അമർഷം പാണക്കാട് ഹൈദരലി തങ്ങൾ AICC നേതൃത്വത്തെയും KPCCയെയും അറിയിച്ചതായി യോഗത്തിനു ശേഷം PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തീരുമാനം വേഗം വേണം എന്ന് നമുക്ക് തീരുമാനം അത് വൈകരുത് എന്നുള്ളത് ഞങ്ങൾ ഡൽഹിയിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ ഞങ്ങൾ പിന്നെ അറിയിച്ചിട്ടുണ്ട്. വേഗം തീരുമാനം വേണം, അതാണ് നല്ലത്. കാരണം UDF വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കേരളത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏകപക്ഷീയമായി ഇങ്ങനെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടക്കുന്ന മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരുമാനം വേഗം ഉണ്ടായാൽ നല്ല കാര്യമാണ് എന്ന് തങ്ങൾ തന്നെ നേരിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഹൈക്കമാൻഡിന് മെസ്സേജ് കൊടുത്തു. തീരുമാനം കോൺഗ്രസ്സാണ് എടുക്കേണ്ടത്. അതെന്ത് തീരുമാനമാണെങ്കിലും ശരി അത് വൈകരുത് എന്നുള്ളത് നേരത്തെ പോലെ ഞങ്ങൾ രാഹുൽജിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണുള്ളത്. അതേ നിലപാട് തുടരുന്നു. അതിലൊന്നും യാതൊരു മാറ്റവുമില്ല. അത് സംബന്ധിച്ച് പറഞ്ഞ നിലപാടൊക്കെ പറഞ്ഞത് തന്നെ, തങ്ങൾ പറഞ്ഞതൊക്കെ പറഞ്ഞത് തന്നെ. പക്ഷെ നീണ്ടുപോണ്ട എന്നുള്ള വികാരം ഞങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഇന്ന് കാലത്ത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തങ്ങൾ നേരിട്ട് AICC നേതാക്കന്മാരെയും അതുപോലെ തന്നെ KPCC നേതാക്കന്മാരിലൊക്കെ തീരുമാനം വേഗം ഉണ്ടാവുന്നതാണ് നല്ലത് എന്ന് അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിൽ മാത്രമല്ല വടകരയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് UDF പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകുന്നത് കൊണ്ടുള്ള പ്രഖ്യാപനം നീണ്ടുപോകുന്നത് മുന്നണിയുടെ വിജയസാധ്യത തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നുവെന്ന മുസ്ലിം ലീഗിന്റെ അമർഷത്തിന് പിന്നാലെ UDFൽ ഘടകകക്ഷികളെല്ലാം തന്നെ ഇതേ അഭിപ്രായമുള്ളവരാണ്. PK കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തലയുമായും ഉമ്മൻചാണ്ടിയുമായും ഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു. മുല്ലപ്പള്ളിയുമായെല്ലാം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് പരസ്യമായി തന്നെ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. UDFലെ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് തർക്കത്തിന് അപ്പുറത്തേക്ക് UDFന്റെ പൊതുപ്രശ്നമായി UDFൽ വലിയ പ്രതിസന്ധിയാണ് മുസ്ലിം ലീഗ് പരസ്യമായി രംഗത്ത് വന്നതോടെ ഉണ്ടായിരിക്കുന്നത്. മണ്ഡലങ്ങളിലൂടെയുള്ള ബൂത്ത് തല പര്യടനത്തിലാണ് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി MP രാജേഷ്. വിദ്യാർത്ഥികളിൽ നിന്നും യുവാക്കളിൽ നിന്നും ആവേശകരമായ സ്വീകരണമാണ് MP രാജേഷിന് മണ്ഡലത്തിലുടനീളം ലഭിക്കുന്നത്. റോഡ് ഷോയും മണ്ഡല പര്യടനവുമായി UDF NDA സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് സജീവമാണ്. പാലക്കാട് നിന്ന് സിജു കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വലിയ സ്വീകരണമാണ് പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP രാജേഷിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ നിന്നും വലിയ പിന്തുണ MP രാജേഷിന് ലഭിക്കുന്നുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ 85,000-ഓളം പുതിയ വോട്ടർമാരാണുള്ളത്. ഈ പുതിയ വോട്ടർമാരായിരിക്കും മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാകുന്നത്. പ്രത്യേകിച്ച് MP രാജേഷിന്റെ പര്യടന പരിപാടികൾ ശ്രദ്ധിച്ചാൽ ആദ്യഘട്ടം മുതൽ തന്നെ കോളേജുകളിലും അതോടൊപ്പം തന്നെ പുതിയ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കുന്നതിൽ വലിയ സമയം
ചിലവഴിച്ചിരുന്നു. ഇന്ന് തന്നെ പാലക്കാട് വിക്ടോറിയ കോളേജിലെത്തി പുതിയ വിദ്യാർത്ഥികളെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് വിക്ടോറിയ കോളേജിൽ നിന്ന് ലഭിച്ചത്. ഈ സ്വീകരണത്തിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് നിലവിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെറുപ്പക്കാർക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കുമിടയിലെല്ലാം വലിയ രീതിയിലുള്ള സ്വാധീനം ഇടതുമുന്നണിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ മുദ്രാവാക്യങ്ങളുമെല്ലാം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ മണ്ഡലത്തിൽ 3ാം ഘട്ട പര്യടന പരിപാടിയിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP രാജേഷ് ഉള്ളത്. 3ാം ഘട്ട പര്യടനത്തിൽ ബൂത്ത് തല പര്യടനമാണ് പ്രധാനമായും നടക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച മണ്ണാർക്കാട് നിന്നുമാണ് ബൂത്ത് തല പര്യടനം ആരംഭിച്ചത്. ഇന്ന് മലമ്പുഴ മണ്ഡലത്തിലാണ് ബൂത്ത് തല പര്യടനം നടന്നത്. ഇന്ന് മാത്രം 25ഓളം കേന്ദ്രങ്ങളിൽ MP രാജേഷിന് സ്വീകരണം നൽകി. നാളെ പാലക്കാട് മണ്ഡലത്തിൽ വിവിധ മേഖലകളിലെ ബൂത്തുകളിലെത്തി വോട്ടർമാരെ നേരിട്ട് കാണും. 3 ഘട്ടങ്ങളായാണ് ബൂത്ത് തല പര്യടനം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 3 ഘട്ടങ്ങളിലായി 7 നിയമസഭാ മണ്ഡലങ്ങളിലെ മുഴുവൻ ബൂത്തുകളിലും എത്തി വോട്ടർമാരെ നേരിട്ട് കാണുകയാണ് ലക്ഷ്യം. അടുത്ത ഘട്ടം എന്ന നിലയിൽ തിങ്കളാഴ്ച അട്ടപ്പാടിയിൽ നിന്ന് ബൂത്ത് തല പര്യടനം ആരംഭിക്കും. അതേസമയം തന്നെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രചാരണ പരിപാടികളുമായാണ് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്നത്. ആദ്യഘട്ടം മുതൽ വ്യത്യസ്തമായ രീതിയിലാണ് VK ശ്രീകണ്ഠന്റെ പ്രചാരണ പരിപാടികൾ. ഉച്ചവരെ വിവിധ മേഖലകളിൽ റോഡ് ഷോ, അതിനുശേഷം പ്രധാന വ്യക്തികളെ നേരിട്ട് കാണാൻ ആ രീതി തന്നെയാണ് VK ശ്രീകണ്ഠൻ ഇപ്പോൾ തുടരുന്നത്. ഇന്ന് രാവിലെ വാളയാറിൽ നിന്നും റോഡ് ഷോ ആരംഭിച്ചു. അത് പുതുശ്ശേരി, എലപ്പള്ളി, മരുതറോഡ്, കുടുംബ, അകത്തേത്തറ, മലമ്പുഴ, പുതുപ്പരിയാരം, മുണ്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെത്തി ഉച്ചയോടുകൂടി സമാപിച്ചു. ഇതിനുശേഷം തച്ചനാട്ടുകരയിൽ നിന്ന് ഒറ്റപ്പാലം വരെ റോഡ് ഷോ നടത്തി. ഈ രീതിയിലാണ് റോഡ് ഷോ ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് ആദ്യഘട്ടം മുതൽ തന്നെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ പ്രചാരണം നടത്തുന്നത്. NDA സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ ഇന്ന് രാവിലെ വളരെ നേരത്തെ തന്നെ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിരുന്നു. രാവിലെ പത്രവിതരണക്കാരെയും അതോടൊപ്പം തന്നെ മത്സ്യമാർക്കറ്റിൽ നിന്ന് തൊഴിലാളികളെയും എല്ലാം നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. അതോടൊപ്പം തന്നെ മലമ്പുഴ മണ്ഡലത്തിൽ വിവിധ മേഖലകളിലെത്തി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. ഇതിനിടെ തന്നെ സാമുദായിക നേതാക്കളെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമവും ഇന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. വലിയ രീതിയിലുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് തിങ്കളാഴ്ച മുതൽ പ്രചാരണ പരിപാടികൾ കടക്കും. 1-ാം തീയതി മുതൽ വിവിധ മുന്നണികൾക്ക് വേണ്ടി ദേശീയ സംസ്ഥാന നേതാക്കൾ എത്തുന്നുണ്ട്. ഈ ഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത്. ഇടതുമുന്നണിക്കായി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും LDF സർക്കാരിലെ വിവിധ മന്ത്രിമാരും എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനായി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ എത്തുന്നുണ്ട്. NDAക്കായി വിവിധ സംസ്ഥാന ദേശീയ നേതാക്കളും ഈ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. വളരെ സജീവമായ ഘട്ടത്തിലേക്ക് അടുത്ത മാസത്തോടുകൂടി പ്രചാരണ പരിപാടികൾ കടക്കും. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നമസ്കാരം.